ട്രെയിൻ കിട്ടാതെ വരുന്നത് പലർക്കും ഒരു പുതിയ കാര്യമായേക്കില്ല. പല കാരണങ്ങളാൽ റെയിൽവേ സ്റ്റേഷനിൽ വൈകി എത്തുമ്പോഴേക്കും ബുക്ക് ചെയ്ത് സീറ്റ് ഉറപ്പായി ട്രെയിൻ കടന്നുപോയി എന്നറിയുന്നത് വിഷമിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്നാൽ ഇങ്ങനെ ട്രെയിൻ കിട്ടാതെ പോയ ശേഷം നിങ്ങൾ അടുത്തത് എന്താണ് ചെയ്യുന്നത്? പ്ലാൻ ചെയ്ത യാത്ര മൊത്തത്തിൽ ക്യാൻസൽ ചെയ്ത് തിരികെ പോകുമോ? അതോ പകരം മറ്റൊരു ടിക്കറ്റ് എടുത്ത് അടുത്ത ട്രെയിനിൽ പോകാൻ ശ്രമിക്കുമോ? ഇതൊന്നുമല്ലാതെ കയ്യിലിരിക്കുന്ന അതേ ടിക്കറ്റിൽ മറ്റൊരു ട്രെയിനിൽ യാത്ര ചെയ്യാൻ നോക്കുമോ? ആദ്യ രണ്ട് കാര്യങ്ങളും നമുക്ക് പരിചയമുണ്ടെങ്കിലും അതേ ടിക്കറ്റിൽ മറ്റൊരു ട്രെയിനിൽ യാത്ര ചെയ്യുവാൻ സാധിക്കുമോ എന്നാരും നോക്കിയിട്ടുണ്ടാവില്ല. ശരിക്കും ഇങ്ങനെയൊരു യാത്ര സാധ്യമാണോ? സച്ചിതം ഫോർ യുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ടിക്കറ്റ് എങ്ങനെയുള്ളതാണ് എന്ന് നോക്കിയാൽ മാത്രമേ ഇങ്ങനെ അതേ ടിക്കറ്റ് ഉപയോഗിച്ച് മറ്റൊരു ട്രെയിനിൽ യാത്ര സാധ്യമാകുമോ അല്ലയോ എന്ന് പറയാൻ സാധിക്കൂ. നിങ്ങൾക്ക് ടിക്കറ്റ് റദ്ദാക്കണമെങ്കിൽ നിങ്ങളുടെ ടിക്കറ്റ് വിലയുടെ റീഫണ്ട് തുക ലഭിക്കുവാൻ നിങ്ങൾക്ക് അർഹതയുണ്ട്. ഇതിനായി നിങ്ങളൊരു റീഫണ്ട് ക്ലെയിം ചെയ്യുകയാണ് വേണ്ടത്. തുടർന്ന് റെയിൽവേയുടെ നിബന്ധനകളും വ്യവസ്ഥകളും അനുസരിച്ച് നിങ്ങൾക്ക് റീഫണ്ട് ലഭിക്കും. എന്നാൽ റീഫണ്ട് ലഭിക്കുന്നതിന് നിങ്ങൾ ടിക്കറ്റ് റദ്ദാക്കുവാൻ പാടുള്ളതല്ല. പകരം നിങ്ങൾക്കൊരു TDR സമർപ്പിക്കാം. യാത്ര ചെയ്യുവാൻ സാധിക്കാത്തതിൻ്റെ കാരണവും നിങ്ങൾ കൃത്യമായി ഇതിൽ വിശദീകരിക്കേണ്ടതുണ്ട്. ട്രെയിനിൽ ചാർട്ട് തയ്യാറാക്കിയ ശേഷമാണ് ടിക്കറ്റ് റദ്ദാക്കുന്നതെങ്കിൽ പണം തിരികെ ലഭിക്കില്ല. ട്രെയിൻ ചാർട്ടിംഗ് സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടതിന് ശേഷം TDR രജിസ്റ്റർ ചെയ്യാൻ നിങ്ങൾക്ക് 1 മണിക്കൂർ സമയമുണ്ട്. ട്രെയിൻ പുറപ്പെടുന്നതിന് 4 മണിക്കൂർ മുമ്പ് വരെ ടിക്കറ്റ് റദ്ദാക്കുകയോ TDR ഓൺലൈനായി ഫയൽ ചെയ്യുകയോ ചെയ്തില്ലെങ്കിൽ റിസർവേഷൻ സ്ഥിരീകരിച്ചിട്ടുള്ള ടിക്കറ്റ് നിരക്കിൽ റീഫണ്ട് അനുവദിക്കില്ല. ട്രെയിൻ പുറപ്പെടുന്നതിന് 30 മിനിറ്റ് മുമ്പ് വരെ ടിക്കറ്റ് റദ്ദാക്കുകയോ TDR ഓൺലൈനായി ഫയൽ ചെയ്യുകയോ ചെയ്യാത്ത സാഹചര്യത്തിൽ RAC ടിക്കറ്റുകളിൽ നിരക്ക് റീഫണ്ട് അനുവദിക്കില്ല. ഇങ്ങനെയുള്ള ഘട്ടത്തിൽ യാത്രക്കാരന് ബോർഡിംഗ് സ്റ്റേഷനിൽ ട്രെയിൻ പുറപ്പെടുന്നതിന് 72 മണിക്കൂർ വരെ TDR ഫയൽ ചെയ്യുവാൻ സാധിക്കും. ഇനി ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് നേരത്തെ ബുക്ക് ചെയ്ത തീയതിയിൽ യാത്ര ചെയ്യുവാൻ സാധിക്കാതെ വന്നാൽ ആ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യേണ്ട ആവശ്യമില്ല. പകരം യാത്രാ തീയതി മാത്രമായി എഡിറ്റ് ചെയ്ത് ടിക്കറ്റ് അപ്ഡേറ്റ് ചെയ്യുവാൻ റെയിൽവേ നിങ്ങളെ സഹായിക്കും. ഇങ്ങനെ ഒരു ടിക്കറ്റിൽ ഒരു തവണ മാത്രമേ ഇത് എഡിറ്റ് ചെയ്യുവാൻ റെയിൽവേ അനുവദിക്കുകയുള്ളൂ. ഇതിനായി ട്രെയിൻ യാത്ര പുറപ്പെടുന്നതിന് കുറഞ്ഞത് 48 മണിക്കൂർ മുൻപെങ്കിലും ഇത് ചെയ്യേണ്ടതുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ ടിക്കറ്റ് കൗണ്ടറിൽ പോയി മാത്രമേ ട്രെയിൻ ടിക്കറ്റിലെ യാത്രാ തീയതി മാറ്റുവാൻ സാധിക്കൂ. ഓൺലൈനായി ബുക്ക് ചെയ്ത ടിക്കറ്റ് ആണെങ്കിലും കൗണ്ടറിൽ തന്നെ പോയി തീയതി എഡിറ്റ് ചെയ്യേണ്ടതായി വരും. തീയതി കൂടാതെ ആവശ്യമെങ്കിൽ നിങ്ങളുടെ യാത്രാ ക്ലാസ് മാറ്റുവാനും കഴിയും. ഇന്ത്യൻ റെയിൽവേയുടെ ചട്ടങ്ങൾ അനുസരിച്ച് നിങ്ങളുടെ കൈവശമുള്ളത് ആ ട്രെയിനിന് മാത്രമായുള്ള റിസർവേഷൻ ടിക്കറ്റ് ആണെങ്കിൽ അതുപയോഗിച്ച് മറ്റൊരു ട്രെയിനിൽ യാത്ര ചെയ്യുക സാധ്യമല്ല. അതേസമയം നിങ്ങളുടെ കൈവശമുള്ളത് റിസർവേഷൻ അല്ലാത്ത ഒരു ജനറൽ ടിക്കറ്റ് ആണെങ്കിൽ അതുപയോഗിച്ച് നിശ്ചിത സമയപരിമിതിക്കുള്ളിൽ അതേ ദിവസം മറ്റൊരു ട്രെയിനിൽ യാത്ര നടത്തുവാൻ റെയിൽവേ അനുവദിക്കുന്നുണ്ടെന്നാണ് ചട്ടങ്ങൾ വ്യക്തമാക്കുന്നത്. അതേസമയം നിങ്ങൾ നിയമം പാലിക്കാതെ ടിക്കറ്റ് റിസർവ് ചെയ്ത ട്രെയിനിൽ നിന്നും വ്യത്യസ്തമായി മറ്റൊരു ട്രെയിനിൽ അതേ ടിക്കറ്റ് ഉപയോഗിച്ച് കയറുന്നത് കുറ്റമായാണ് കണക്കാക്കുന്നത്. ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്തു എന്ന വകുപ്പിലാണ് ഇത് ഉൾപ്പെടുന്നത്. ഇത്തരം സംഭവങ്ങളിൽ നിങ്ങൾക്ക് വലിയൊരു പിഴ ചുമത്തുവാനും റെയിൽവേക്ക് അധികാരമുണ്ട്. നിയമപരമായ രീതിയിൽ അതിനെ കൊണ്ടുപോകാനും റെയിൽവേക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കുക. പകരമായി നിങ്ങൾക്ക് ചെയ്യാവുന്നത് എന്തെന്നാൽ റിസർവ് ചെയ്ത ട്രെയിനിൽ പോകുവാൻ സാധിക്കാതെ വരികയോ ട്രെയിൻ കിട്ടാതെ പോവുകയോ ചെയ്താൽ മറ്റൊരു ട്രെയിനിൽ റിസർവ് ചെയ്ത് പോവുകയോ അല്ലെങ്കിൽ സാധാരണ ജനറൽ ടിക്കറ്റ് എടുത്ത് യാത്ര പോവുകയോ ചെയ്യാം.